RLV രാമകൃഷ്ണൻ. നോക്കൂ, അവർ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തോട് താങ്കൾ നേരത്തെ പ്രതികരിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് മാധ്യമങ്ങളെല്ലാം അവരെ ചെന്ന് അവരുടെ TC വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു. അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഡോക്ടർ RLV, സ്വാഭാവികമായും അതിനുശേഷം താങ്കളുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിലുടനീളം ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും അവഹേളനങ്ങളും വിവേചനങ്ങളും ഒക്കെ നേരിട്ടൊരു വ്യക്തിയാണ്. പക്ഷേ ഇവിടെ കറുത്തത് എന്നുള്ളൊരു നാമകരണവും അതുപോലെ കറുത്ത നർത്തകർ, സ്ത്രീയായാലും പുരുഷനായാലും അവർ നൃത്തം ചെയ്താൽ ഭംഗി വരില്ല എന്നും എൻ്റെ കുലത്തിനെ, എൻ്റെ മരിച്ചുപോയ അമ്മയെ വരെ പെറ്റ തള്ള സഹിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തിനെ വരെ ആക്ഷേപിച്ച ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതിൽ വളരെ വ്യക്തമാണ്. ചാലക്കുടിക്കാരൻ ആയിട്ടുള്ള മോഹിനിയാട്ട നർത്തകൻ ആര്? ചാലക്കുടിയിൽ മോഹിനിയാട്ടം ചെയ്യുന്ന ഒരേ ഒരു നർത്തകൻ തന്നെയുള്ളൂ. ചാലക്കുടിയിൽ മാത്രമല്ല, കേരളത്തിൽ പുരുഷവേഷത്തിൽ മോഹിനിയാട്ടം ചെയ്യുന്ന ഒരുപാട് നർത്തകർക്ക് മുൻപ് തന്നെ മോഹിനിയാട്ടം ചെയ്തുകൊണ്ടിരുന്ന ഒരു നർത്തകനാണെന്ന് ഇവിടെ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. വെറും നർത്തകനല്ല, ഈ നൃത്തത്തിൽ ഏറ്റവും വേണ്ട യോഗ്യതയോടുകൂടി തന്നെയാണ് ഞാൻ ഈ നൃത്തം അവതരിപ്പിച്ചു പോരുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ കറുത്ത മക്കൾക്ക് നേരെയുള്ള ഇവരുടെ ആക്രമണം അത് വളരെയധികം വേദനയുണ്ടാക്കി. ഒരു നർത്തകൻ എന്നുള്ള രീതിയിലും ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിലും ആണ് എനിക്ക് ഏറെ വേദനാജനകമായി തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ ഓരോ നൃത്തവിദ്യാലയങ്ങളിലും അതുപോലെ ഓരോരോ നൃത്ത സ്ഥാപനങ്ങളിലും, കലാമണ്ഡലമായാലും RLV ആയാലും കാലടി സംസ്കൃത സർവകലാശാല, തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജ്, ഇവിടെയൊക്കെ കറുത്ത മക്കളുകൾ ഒരുപാട് പേര് നൃത്തത്തെ അതിജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നൃത്തം അതിജീവന മാർഗമായി എടുത്തുകൊണ്ട് പ്രൊഫഷണലായിട്ട് നൃത്തം ചെയ്യുന്നുണ്ട്, നൃത്തം പഠിക്കുന്നുണ്ട്. ഒപ്പം കുഞ്ഞുമക്കൾ എന്തെങ്കിലും ഒന്ന് ചിലങ്ക കെട്ടി കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ, അവരുടെ മക്കൾ കറുത്തതോ വെളുത്തതോ ആവട്ടെ, പക്ഷേ കറുത്തവർ മോഹിനിയാട്ടം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഈ പരാമർശം അത് ഏതൊരു വ്യക്തിക്കും യോജിച്ചതല്ല. അവർ ചില വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. അതേക്കുറിച്ച് സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഗവേഷണം ചെയ്തയാളെന്നുള്ള നിലയിൽ, ഒരു നൃത്താധ്യാപകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് മറുപടി നൽകാൻ കഴിയുമെന്ന് ഞാൻ കരുതുകയാണ്. നോക്കൂ, അവർ പറയുന്നത് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ മത്സര ഇനങ്ങൾ വരുമ്പോൾ ഒരു പേപ്പർ കൊടുക്കും ഒരു മാർക്കിടുന്നതിന് വേണ്ടി. ആദ്യ കോളത്തിലെ കുട്ടിയുടെ സൗന്ദര്യമാണ് ചോദിക്കുന്നത്, പിന്നെ അടവുകളുടെ ശുദ്ധത അടക്കമുള്ള മറ്റു കാര്യങ്ങളും തന്നെ. അപ്പോൾ ആദ്യം ഈ സൗന്ദര്യം എന്ന കോളത്തിൽ 10 മാർക്കുണ്ട്. അപ്പോൾ അവരെ, അതായത് സത്യഭാമയെ ഡിപ്ലോമ പഠിക്കുമ്പോൾ തിയറിയിലെ സൗന്ദര്യത്തെപ്പറ്റി പഠിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ നിന്നാണ് അവർ സൗന്ദര്യം കറുപ്പല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൽ ഒരു തിയറിയിലും ഒരു നാട്യശാസ്ത്ര പ്രകാരം പറഞ്ഞിരിക്കുന്ന സൗന്ദര്യ സങ്കല്പങ്ങളിൽ ഒരു വ്യക്തിയെ നമുക്ക് ഈ മനുഷ്യ ജീവിതത്തിൽ കാണിച്ചു തരാൻ സാധിക്കും. നാട്യശാസ്ത്രത്തിൽ പറയുന്ന ചില ലക്ഷണങ്ങളിൽ കണ്ണിൽ കറുപ്പുള്ളവൾ, ചെറിയ കണ്ണുള്ളവൾ, അല്ലെങ്കിൽ വലിയ കണ്ണുള്ളവൾ, അല്ലെങ്കിൽ കുറച്ച് മുടിയുള്ളവൾ, അല്ലെങ്കിൽ തടിച്ച മാറിടമുള്ളവൾ, അല്ലെങ്കിൽ ചുരുങ്ങിയ മാറിടമുള്ളവൾ, തടിച്ച കവിളുള്ളവൾ, അല്ലെങ്കിൽ തടിച്ച ചുണ്ടുള്ളവൾ, ഇങ്ങനെയുള്ള പ്രത്യേകതകളുള്ള നർത്തകിമാർ നൃത്തത്തിൽ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഗുണങ്ങളുള്ള ഏത് നർത്തകിമാരാണ് ഇന്ന് നമ്മുടെ നൃത്തലോകത്ത് ഉള്ളത്? ഇതെല്ലാം നമുക്കറിയാം. നാട്യശാസ്ത്രം എന്ന് പറഞ്ഞൊരു മനുസ്മൃതിക്ക് തുല്യമാക്കണൊക്കെ കാണുന്ന ഒരു എന്താ പറയുക, വേദങ്ങൾ, 4 വേദങ്ങൾ പഠിക്കാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ നൃത്തത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, അവിടെ വ്യക്തമായി നാട്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നൃത്തം എന്നുള്ളത് പിന്നീട് ഉരുത്തിരിയുന്നൊരു സംഭവങ്ങളാണ്. നാട്യം അവതരിപ്പിക്കേണ്ട ആളുകളുടെ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതൊരിക്കലും മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല. പിന്നെ യൂണിവേഴ്സിറ്റി തലങ്ങൾ, ഇപ്പോൾ ഇവർ മത്സരത്തിൻ്റെ കാര്യം പറയണമല്ലോ, അത് വെറുതെ ഈ പറഞ്ഞതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് മത്സരത്തിൽ ആകാരമുണ്ട്. ആർക്കാണ് ആകാരമില്ലാത്തത്? നമുക്ക് കയ്യും കാലും ശരീരവും ശിരസും എല്ലാം ദൈവം തന്നിട്ടില്ലേ? അതിനെയാണ് ആകാരം എന്ന് പറയുന്നത്. ആ ആകാരം, അതുപോലെ തന്നെ ബാക്കി എല്ലാ മാർക്കുകളും നൃത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് നൃത്തത്തിൻ്റെ അടവുകളുടെ ശുദ്ധത, താളം, ഭാവം, എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അതിൽ മാർക്ക് നിശ്ചയിക്കുന്നത്. അതിൽ ഈ കേവലം 10 മാർക്ക് ആകുന്ന ഈ ആകാരം
നിലവാരത്തിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടി ഇത്രയധികം ബാക്കി 80 മാർക്കും അല്ലെങ്കിൽ 90 മാർക്കും കടക്കുമ്പോൾ കേവലം ഈ 10 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടി പിന്തള്ളപ്പെട്ടു പോവുക? അല്ലെങ്കിൽ കറുത്ത ഒരു കുട്ടീനെ ഇവരെ എങ്ങനെയാണ് സാധാരണ നർത്തകിമാരെല്ലാവരും നൃത്തം ചെയ്യാനായി നല്ല സുന്ദരിമാരായിട്ടാണ്. ഇപ്പൊ അവിടെ നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജു കൂടി ഉണ്ട്. രഞ്ജു ആദ്യകാലങ്ങളിൽ നൃത്തത്തിന് ചമയങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു കലാകാരി കൂടിയാണ്. അവർക്ക് നന്നായിട്ട് അറിയാം അവരെത്ര കുട്ടികളെ വളരെ മനോഹരമായി അണിയിച്ചൊരുക്കിയിട്ടാണ് നൃത്തവേദിയിലേക്ക് എത്തുന്നത്. നമ്മൾ വേദിയിലേക്ക് എത്തുമ്പോൾ ഇവർ കറുത്തതാണോ വെളുത്തതാണോ എന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ പച്ചയായിട്ട് അവർ അറിഞ്ഞിട്ടും ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കലോത്സവ വേദിയിലെ ആകാര ഭംഗിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ RLV, നോക്കൂ, ഇവിടെ താങ്കൾ കറുത്തതാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പുരുഷന്മാർക്ക് മോഹിനിയാട്ടം സാധിക്കില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: കുറച്ച് സൗന്ദര്യമുള്ളവരും കാണാൻ ഭംഗിയുള്ളവരും മോഹിനിയാട്ടം അവതരിപ്പിച്ചാലേ ഭംഗിയുണ്ടാവൂ. അത് ശരീരം കൊണ്ടുള്ള പ്രവൃത്തിയാണ്. അടവുകളും കാര്യങ്ങളും ഒക്കെ ലൈറ്റായി ചെയ്താൽ മതി. ബോഡി മൂവ്മെൻറ്റ്സ് ആണ് മെയിനായിട്ട്. അതായത് ഇപ്പോൾ അവർ ഉദാഹരണം പറയുന്നത് പൂതനാമോക്ഷം. അപ്പോൾ സ്ത്രീ ചെയ്താലും, അതായത് നിതംബമുള്ള സ്ത്രീ ചെയ്താലും അത് വെച്ച് കെട്ടുന്ന പുരുഷൻ ചെയ്താലും രണ്ടും രണ്ടായിരിക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് കാല് കവച്ച് വെക്കുക എന്നൊക്കെ പറയുന്ന ആദ്യത്തെ യൂട്യൂബ് ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതിനെ തുടർന്ന് ഇന്ന് രാവിലെ വാർത്താലേഖകരെ കണ്ടപ്പോഴാണ് അവർ പറയുന്നത് സ്ത്രീ ചെയ്യുന്നതും പുരുഷൻ ചെയ്യുന്നതും രണ്ടും മോഹിനിയാട്ടമല്ലേ, മോഹനൻ്റെ ആട്ടമല്ലല്ലോ എന്നാണ് ചോദ്യം. ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, ഈ മോഹനയാട്ടത്തിൽ തന്നെ തുടങ്ങട്ടെ. 2016 ഞാൻ കേരള സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഇവരതിലെ കമ്മിറ്റി മെമ്പറായിരുന്നു. ഇവർ എൻ്റെ നമ്പർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചത്, നീ ഏത് മോഹനനാണ്, നീ എന്ന് മുതലാണ് മോഹനയാട്ടം ആടി തുടങ്ങിയത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള പരാമർശത്തിൽ 2016 തുടങ്ങിയതാണ് എന്നോടുള്ള ഈ പ്രശ്നം. ഇനി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കാര്യം ഞാൻ പറയട്ടെ. ഏതൊരു നർത്തകനും നർത്തകിക്കും, ഒരു നർത്തകിക്ക് പുരുഷ കഥാപാത്രവും ഒരു നർത്തകന് സ്ത്രീ കഥാപാത്രവും ഉൾക്കൊള്ളാനുള്ള ഭാവഗരിമകൾ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ സാങ്കേതികവും അവൻ്റെ കളരി പഠനത്തിൽ നിന്നും ഉൾക്കൊള്ളുന്നതാണ്. ഒരു പൂതനയെ നമ്മൾ അവതരിപ്പിക്കുന്നു. ഈ പൂതനയെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കളരി പാഠത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ ഇതിന് മുദ്രയും ഭാവവും എല്ലാം പൂതനയുടേതായ മുഖമുദ്രകളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പൂതനയുടെ മാറിടം ഇപ്പോൾ കഥകളിയിലായാലും മറ്റേത് രൂപത്തിലായാലും അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊന്ന് ഉയർത്തി മാത്രമേ കാണിക്കുന്നുള്ളൂ. അവിടെ ഈ സ്ത്രീയായിട്ട് അഭിനയിക്കുന്ന പൂതനയ ഇവിടെ തൻ്റെ മാറിടം തുറന്ന് കൃഷ്ണനെ മുലയൂട്ടുന്നില്ല. കാരണം അങ്ങനെ വേദിയിൽ ചെയ്യാൻ സാധിക്കില്ല. പ്രേക്ഷകർക്ക് മുമ്പിൽ എങ്ങനെയാണ് തൻ്റെ സ്ഥാനം തുറന്നു കാണിച്ച് മുലയൂട്ടുന്നത്? ഇവിടെ മുദ്രകളിലൂടെയും ഭാവങ്ങളിലൂടെയാണ് നർത്തകൻ ചെയ്യുന്നത്. ഇനി മോഹിനിയാട്ടത്തിൻ്റെ കാര്യത്തിൽ പോട്ടെ, ഭരതനാട്യമായാലും കുച്ചിപ്പുടിയായാലും മറ്റേത് കലാരൂപത്തിലായാലും വളരെ കൃത്യമായി ആണുങ്ങളടക്കം വളരെ മനോഹരമായി സ്ത്രീകളുടെ ഭാവം ആവിഷ്കരിക്കുന്ന കലാരൂപമാണ് ഒഡീസിയും കുച്ചിപ്പുടിയുമെല്ലാം. അവിടെയൊക്കെ കേളുചരൺ മഹാപാത്രയെ പോലെയുള്ള മഹാനായ ഗുരു എത്ര അതിമനോഹരമായിട്ടാണ് സ്ത്രീകളുടെ ഭാവഹാവാദികൾ, ശൃംഗാരാദി രസങ്ങളൊക്കെ അഭിനയിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യൂട്യൂബിൽ അടിച്ചു നോക്കണം. ഇതൊക്കെ വെറുതെ ഈ ഒരു ചാനലിൻ്റെ മുമ്പിൽ പറയാൻ വേണ്ടി മാത്രം പറയുന്ന ചില കാര്യങ്ങളാണ്. ഒരു നർത്തകൻ, ഒരു നർത്തകി ഏത് വിധത്തിലുള്ള കഥാപാത്രങ്ങളും ചെയ്യാനായിട്ടുള്ള ത്രാണിയുള്ളവനായിരിക്കണം, അല്ലെങ്കിൽ ത്രാണിയുള്ളവളായിരിക്കണം. അതല്ലാതെ ഇത്തരത്തിലുള്ള ഈ മോശം എന്താ പറയുക വാക്കുകൾ, ഇതൊക്കെ ഈ നർത്തക സമൂഹത്തിന് അപമാനമാണ്. നൃത്തം അറിയുന്ന, സാങ്കേതിക വിദ്യ അറിയുന്ന ഏതൊരാൾക്കും ഇത് കേൾക്കുമ്പോൾ, ഞാൻ പറയുന്ന ഈ വാക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവാൻ സാധിക്കും. Debate with MV Nikesh Kumar.